ആ, മാം ഇപ്പോൾ ഈ അന്വേഷണത്തെ വഴി തിരിച്ചുവിടാൻ പ്രിൻസിപ്പാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ മറ്റുള്ള ചാനലുകളിലൂടെയൊക്കെ ഇവിടെ വന്ന എൻ്റെ ബന്ധുക്കളും മക്കളുമൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു. കാരണം വിനോദ് മോനി എന്ന് പറയുന്ന പുതിയ പ്രിൻസിപ്പാൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. കാരണം ഇപ്പോൾ 2 മാസമായുള്ളൂ ഓൾറെഡി അവിടെ പ്രിൻസിപ്പാളായിട്ട് നിയമനം നടത്തിയിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പ് രേഖാമൂലം പല നടപടികളും ഞാൻ പ്രിൻസിപ്പാളിന് സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അവർ കാറ്റിൽ പറത്തിക്കളഞ്ഞു, പാടെ കീറിക്കളഞ്ഞു. ഈ വിനോദ് മോനി എന്ന് പറയുന്ന പ്രിൻസിപ്പള് നാറിയെ നെറികെട്ട ഒരു രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു പുല്ലും അറിയത്തില്ല. കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എൻ്റെ മകനെ ഞാൻ കൊണ്ട് അഡ്മിഷനാക്കി 6-7 പ്രാവശ്യം അതിനകത്ത് കടന്നിട്ടുള്ള ആളാണ് നിതിൻ്റെ അച്ഛനായ ഈ വേദനിക്കുന്ന അച്ഛൻ. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെന്ന് ഇദ്ദേഹത്തെ കൊണ്ട് അവിടുത്തെ ഭരണകൂടം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ഭരണകൂടം, അതായത് റാം ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അല്ലാതെ അവിടെ വേറെ നിതിൻ രാജിന് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസും ഇല്ല. പിന്നെ മാം, ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുണ്ടല്ലോ, OR കേളു, അദ്ദേഹമോ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി MR ബിന്ദുവോ ഇതിന് നേരിട്ടൊരു അന്വേഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഇടപെട്ടിട്ടില്ല. ആരോഗ്യ മേഖലയിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്, അത് ഇടപെട്ടിട്ടില്ല. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിന് MR കേളു മന്ത്രി, അദ്ദേഹം ഇടപെട്ടിട്ടില്ല. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഡോക്ടർ R ബിന്ദു, അവരും ഇടപെട്ടിട്ടില്ല. പിന്നെ മൂന്നാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇത്ര ചീപ്പായ ഒരു മേഖലയെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടും ഏതൊരുവിധ അനുകൂലമായ മറുപടികളുമില്ല. എൻ്റെ വീട്ടിൽ കുറേ പേര് കാണാൻ വന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു സാധാരണക്കാരനായ സമൂഹത്തിൽ ജീവിച്ച് ഉന്നത പദവിയിൽ എത്തേണ്ട ഒരു സാധാരണക്കാരായ എൻ്റെ മോനെ അവർ ഇത്രയും നൊമ്പരപ്പെടുത്തി കൊന്നിട്ട് ഇത്രയും ദൂരെ താമസിച്ചിട്ടും അവനെ ആ കാലവെറിയനെന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ. പണ്ട് സാറെന്ന് വിളിച്ചാൽ ഞാൻ അവനെ വിളിക്കൂല തീർത്തും. ആ കാലവെറിയനെ പിടികൂടാൻ ഈ ഭരണകൂടത്തിനോ ഈ ആഭ്യന്തര വകുപ്പിനോ കഴിയാത്തത് കൊണ്ട് എന്ത് നിശ്ചയതാണ്, എന്ത് തോന്നിയാസമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമല്ലേ ധർമ്മടം, അവിടെ അല്ലേ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലെത്തിയിട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് സംസാരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആരും വീട്ടിലേക്ക് വന്നിട്ടില്ലേ? അല്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ വകുപ്പ് മന്ത്രിമാരും അവരെ വകുപ്പുകളും ഉണ്ടല്ലോ. അപ്പോൾ പെരുമാറ്റച്ചട്ടം പിന്നെ ഇപ്പോൾ കാവൽ മന്ത്രിസഭയൊക്കെയാണ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്നു എന്നെല്ലാം എനിക്കറിയാം. പക്ഷേ എന്നായിരുന്നാലും ഓൾറെഡി അടിയന്തരമായി ഇവർ എന്തെങ്കിലും പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഫെസിലിറ്റീസൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലാക്കാതെയുള്ള എനിക്കിപ്പോൾ തോന്നുന്നത് ഇവരെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു കളിയെന്നാണ് തോന്നുന്നത്. കാരണം ഈ 4 ദിവസമായിട്ടും മറ്റേ റാമെന്ന് പറയുന്ന ആ ഭീകരനെ പിടിക്കാനോ സംഗീതയെ പിടിക്കാനോ പറ്റാത്ത ഇവർ എന്തുകൊണ്ട് പോലീസെന്ന് പറഞ്ഞ് നടക്കുന്നു?